ഗുഡ് ആഫ്റ്റർനൂൺ. വോയിസ് ഓക്കെ അല്ലേ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൂടി എത്താൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ളവർക്ക് സമയം ഒരുപാട് ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് എന്തായാലും ഓവർ ആയിട്ടുണ്ടല്ലേ. നമ്മള് 8:30 UAE ടൈം, 10 o'clock ഇന്ത്യൻ ടൈമാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. എൻ്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്യണവർക്കറിയാം സമയം ഏകദേശം നമ്മൾ പറഞ്ഞ സമയം തന്നെ പാലിക്കാറുണ്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു 8:30 എന്ന് പറഞ്ഞാൽ 9 o'clock, 9 എന്ന് പറഞ്ഞാൽ 9:30. അതൊരു മലയാളികളുടെ ഒരു കൂടപ്പിറപ്പായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ടൈമിന് അത്രയും വാല്യൂ നമ്മൾ കൽപ്പിക്കുക. അത് മാത്രമല്ല, കുറച്ചു പേരെങ്കിലും പറഞ്ഞ സമയത്ത് അങ്ങോട്ട് ലിങ്കിൽ കയറിയിരിക്കും. എവിടെ നോക്കിയാലും ആദ്യം വന്നവർക്ക് ഒരു വാല്യൂവും കൽപ്പിക്കാതെ അവസാനം വരുന്നവരെയും വെയിറ്റ് ആക്കി ഇരിക്കുന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് വരുന്നവർ ഒരാളാണെങ്കിൽ അവർക്ക് നമ്മൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? നിങ്ങൾ അതിനോട് സപ്പോർട്ടാണോ, അതല്ല എല്ലാവരും കൂടി എത്തിയിട്ട് തുടങ്ങാൻ മതിയെന്നാണോ? നിങ്ങളുടെ എന്താണ് അഭിപ്രായം? പ്ലീസ് സർ, റെസ്പോണ്ട്. അങ്ങനെ തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എല്ലാവരും അവിടെ ഇല്ലേ? കാണുന്ന ഏതായാലും ക്യാമറ ഓൺ ചെയ്യണില്ല, എന്നാലും ജസ്റ്റ് ഓൺ. ഓക്കെ, ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, എന്നിട്ട് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ തുടങ്ങണം. യെസ്, അങ്ങനെ തന്നെയാണ് നമ്മൾ വേണ്ടത് അല്ലേ. നമ്മുടെ ടൈമിന് നമ്മൾ വാല്യൂ കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ 1 മണിക്കൂറാണ് സെഷൻ വരുന്നുള്ളത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാനൊക്കെ അവസാനത്തിൽ സമയം തരാനുണ്ട്. അപ്പം അതെല്ലാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് പേര് എൻ്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്യണവരുണ്ടാവാം. എന്നാൽ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ പുതുതായി വന്നവരുണ്ടാവാം. പുതുതായി വന്നവർ ഒന്ന് ജസ്റ്റ് വൺ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യോ? പുതിയതാണെന്നുള്ളവർക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? എന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി ഫസ്റ്റ്. ഓക്കെ, എഫ് എന്നോ എന്നോ എന്ത് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഒരാൾ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഉള്ളവര്. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന്. അതെല്ലാം എല്ലാവരും നാട്ടിലുള്ള പോലെ കിടന്നോ? ബ്ലാങ്കറ്റിന്റെ ഉള്ളിലാണോ? ഓക്കെ, അപ്പൊ 2 പേര് ഫസ്റ്റ് ആണ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ഉള്ളവര്? ഓക്കെ, ഏതായാലും 2 പേരെങ്കിലും ഫസ്റ്റ് ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഉള്ളവർക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ സെഷൻ മൂവ് ആവണത്. സ്റ്റാർട്ടിംഗ് ഉള്ളവർക്ക് ഫസ്റ്റ് മുതലേ നേരത്തെ മുതലേ എൻ്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണവർക്ക് അറിയാൻ വേണ്ടി പറ്റൂലേ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ചിലതൊക്കെ ആവർത്തന വിരസത ഉണ്ടായേക്കാം. അതൊന്ന് ക്ഷമിക്കുക. നമ്മളിപ്പോ ഒരു ദിവസം കഴിച്ച ഫുഡ് തന്നെ പിറ്റേ ദിവസം കഴിക്കാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ ചിലത് നിങ്ങൾക്ക് ആവർത്തനമാണെന്നുണ്ട് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായാലും നമ്മുടെ ടോപ്പിക്ക് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ആക്കി പറഞ്ഞു നോക്കട്ടെ. പ്ലീസ്, സമയം മഴാക്കല്ല, പെട്ടെന്ന് പെട്ടെന്ന് വാ. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? ഓർമ്മയില്ലായിരിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാന്നാണ് കണ്ടത്. അതെ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് കണ്ടു. ഗ്രാറ്റിറ്റ്യൂഡ്, ഡിഫറെന്റ് വേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻസ് നിങ്ങൾ എല്ലാവരും പല തരത്തിലും പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവാം, അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് വേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന് തന്നെ നമ്മൾ നെയിം തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, പല റൂട്ടുകളും ഉണ്ടല്ലേ. ഇല്ലേ, പല റൂട്ടിലൂടെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോയിക്കൂടെ? അതുപോലെ ഈ ഗ്രാറ്റിറ്റ്യൂഡിലേക്കുള്ള ഡിഫറെന്റ് വേ, വ്യത്യസ്തമായ
റൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ റൂട്ടിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്തിട്ട് തീരാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്നാലും അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്ത് പോവാം. ഓക്കെ, എല്ലാവരും സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻസ് ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറ്റൻഡ് ചെയ്തവരായിരിക്കാം അല്ലെ? അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറ്റൻഡ് ചെയ്തവരും ഗ്രാറ്റിറ്റ്യൂഡിനെ കേട്ടവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയണവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണവരും ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടവരും ഗ്രാറ്റിറ്റ്യൂഡിലൂടെ പോകണവരും ആണെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു സെഷൻസിന് വേണ്ടിയിട്ട്? എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം? നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂലേ? അതുപോലെ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ സെലക്ട് ചെയ്യാനും നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻസ് എന്ന് പറയുമ്പോൾ വന്നിരിക്കാനും എന്തായിരിക്കും കാരണം? റീസൺസ് എന്തായിരിക്കും? വെറുതെ ഒരു ഓൺലൈൻ ക്ലാസ് ഫ്രീ ആണ്, അത് വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണോ നിങ്ങൾ വന്നതിന് കാരണം? അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. എന്റെ ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണോ? അതല്ലെങ്കിൽ ആൻസർ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? ഓക്കെ, നന്നായുള്ളവരാവാൻ വേണ്ടി. വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇനി ഒരു ആൻസറും കൂടി പോരട്ടെ. ഒരു രണ്ടുപേരെങ്കിലും ഇത്ര പേരുള്ളത് ഒരു രണ്ടുപേരെങ്കിലും ഒരു ആൻസർ ചെയ്താൽ ഒന്നുകൂടി സൂപ്പറായന്. പെട്ടെന്ന് പെട്ടെന്ന്. എന്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? നമ്മുടെ ഓപ്പോ ആണ് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പ്രതികരിച്ചതും അതുപോലെ തന്നെ എന്താണ് റീസൺസ് എന്നതൊക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ആരും വെറുതെ അങ്ങോട്ട് വന്നതാണോ? വെറുതെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടത് കൊണ്ട് വന്നതാണോ? നിങ്ങളിപ്പോ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിക്കാറില്ലേ? ഈ മാർക്കറ്റിൽ പോയി നിങ്ങൾ വെറുതെ വന്നതല്ല. ഓക്കെ നിങ്ങള് ഓക്കെ സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലേ? ഞാൻ മൊബൈലിൽ നിന്നും കൂടി എൻ്റെ വോയിസ് ഓൺ ആക്കട്ടെ, കാരണം ലാപ്പിൽ ഇടയ്ക്ക് സ്റ്റക്കായി പോകാറുണ്ട്. അതുകൊണ്ട് ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഇപ്പൊ വോയിസിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, വോയിസ് ഒക്കെ ഓക്കെയാണ്. വോയിസ് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നു, ഒരു സാധനം നമ്മൾ വാങ്ങുന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ? നമുക്ക് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാം. അതിനിപ്പോ ഫ്രീക്ക് കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് ഉപകാരം ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യോ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്ന് നിറക്കുവോ? അവിടെ എന്തോ ആരോ വെറുതെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പോയി വാങ്ങിക്കില്ലല്ലോ. നമുക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടോ ഉപയോഗമുണ്ടോ എന്നാൽ മാത്രമല്ലേ നമ്മൾ അത് എടുക്കുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെയും. ഇവിടെ നമുക്കൊരു സെഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് സെഷൻസ് കാണുകയാണെങ്കിലും ആ സെഷൻസ് നിങ്ങൾ കയറി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യലോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇത് അറ്റൻഡ് ചെയ്യലോട് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നിങ്ങൾ റീതിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് എന്താവുന്നതറിയോ, നമ്മൾ പല സെഷൻസുകളും പല തവണകളായി കേട്ടിട്ടും പലതും നമ്മൾ മാറണം എന്ന് തോന്നിയിട്ടും നമ്മൾ ഇന്നും മാറാതെ ആ പഴയ അവസ്ഥയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് നാം എന്തിനു വേണ്ടി അറ്റൻഡ് ചെയ്യുന്നു എന്നോ എന്താണോ ഇത് അറ്റൻഡ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്നോ നമുക്കറിയാത്തത് കൊണ്ടോ നാം അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടോ നാം അതിനു വേണ്ടി എഫേർട്ട് എടുക്കാത്തത് കൊണ്ടോ ആണ് നമ്മൾ പലതും കേട്ടിട്ടും നമ്മുടെ ലൈഫിലേക്ക് ഒരു മാറ്റവും വരാതിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയാണെങ്കിലും നമ്മളൊരു സെഷൻസിലേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ അതല്ലെങ്കിൽ ജസ്റ്റ് കൊണ്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇത് എന്തിന് കുടിക്കുന്നു, ഇത് എന്തിന് കഴിക്കുന്നു എന്നുള്ളൊരു അവയർനെസ്സോട് കൂടി ഒരു ബോധത്തോട് കൂടി നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരിക്കേണ്ട
നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാനുള്ളത്. ആ ക്വാളിറ്റി ഇപ്പൊ എനിക്ക് ഉണ്ടെന്നല്ല ട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. നമ്മളെല്ലാവരും ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഡിഫറെന്റ് വേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേട്ടവരാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയണവരാണ്, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പ്രാധാന്യം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് നൽകുന്നു? നമുക്കറിയാം, നാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളത് ജസ്റ്റ് കൊണ്ട് ആരെങ്കിലും നമുക്കൊരു സാധനം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? താങ്ക് യു, അല്ലെ? നമ്മൾ ജസ്റ്റ് കൊണ്ട് ഒരു താങ്ക് യു പറയും. പക്ഷേ ആ ഒരു പറച്ചിലിൽ പോലും യാഥാർത്ഥ്യത്തോടു കൂടി, ഫീലോട് കൂടി നമ്മൾ അത് പറയുന്നുണ്ടോ? ആരെങ്കിലും നമ്മുടെ അടുത്ത് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ അതിന് സുഖമാണ് എന്ന് നമ്മൾ ആൻസർ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള സുഖത്തിൽ നിന്നുകൊണ്ടാണോ നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നുള്ളത്? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നിങ്ങളടുത്ത് ആരെങ്കിലും ജസ്റ്റ് വൺ ചോദിക്കുകയാണ്, സുഖാണോ, എങ്ങനെ പോകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്നൊക്കെ ഒരു കാഷ്വൽ ടോക്ക് നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമായി അതിനൊരു മറുപടി കൊടുക്കല്ലേ? പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കൊടുക്കല്ലേ? ഇത് കൊടുക്കണ ഓരോ വ്യക്തികളും ആ ചോദ്യത്തിന് കൊടുക്കണ ആൻസേഴ്സ് കറക്റ്റ് ആണോ? അത് സുഖാണോ ചാറ്റ് എന്ന് ബോക്സ് ചോദിച്ചാൽ അൽഹംദുലില്ലാ സുഖാണ് എന്ന് പറയും. യെസ്, സുഖാണോ ചോദിച്ചാൽ അൽഹംദുലില്ലാ സുഖാണെന്ന് പറയും. സത്യത്തിൽ നമ്മൾ ഈ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ സുഖം ആണ് എന്ന് നമ്മൾ ആൻസർ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള സുഖമായിരിക്കാം നാം അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും അറിയേണ്ടതും? നമ്മുടെ അടുത്ത് ഫസ്റ്റ് വൺ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശാരീരികമായ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടായിരിക്കും അല്ലേ നമ്മൾ പറയുന്നുള്ളത്, അല്ലേ? എന്നാലോ സുഖം അതെ. ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ശാരീരികമായ അവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലോ അവിടെ നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖം എന്ന് പറയുന്നത് വെറും ശാരീരികം മാത്രമല്ല, അല്ലെ? മാനസികവും ശാരീരികവും ആയിരിക്കണ സുഖമില്ലേ നമുക്ക്? ഇല്ലേ? നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിരിക്കുന്ന നമുക്ക് സുഖം ഉണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രത്യക്ഷത്തിൽ കാണുന്നത് നമ്മുടെ ശാരീരിക സുഖത്തെ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷത്തിൽ കാണുന്നത്. പക്ഷെ ഒരു വ്യക്തിക്ക് ശാരീരിക സുഖത്തിലേക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ശാരീരിക സുഖം യഥാർത്ഥത്തിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ആ സുഖത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തിലായിരിക്കണം? മാനസികമായ സുഖത്തിലായിരിക്കണം. മാനസികമായ സുഖത്തിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ശാരീരികമായ സുഖം അനുഭവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനോട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. Yes. നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രയാസത്തിലോ സങ്കടത്തിലോ വിഷമത്തിലോ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് അവിടെ ആ സുഖത്തെ അനുഭവിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെ? നമ്മൾ ചിലപ്പോ നന്നായിട്ട് തലവേദന എടുത്ത് ചിലപ്പോൾ കിടക്കയായിരിക്കാം. ആ സമയത്തായിരിക്കാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു കോൾ വരുന്നുള്ളത്. ആ കോൾ വരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്താകും? നമ്മുടെ തലവേദനകളൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയില്ല, അല്ലെ? നമ്മൾ പൂർവാധികം എനർജറ്റിക്കോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിൽ പോകുന്നു. രാവിലെ മുതലേ തലവേദന ആയതുകൊണ്ട് ഒരു ജോലിയും എടുക്കാതെ മുഴുവൻ വീട് അലങ്കോലപ്പെട്ടതായിരുന്നു. പെട്ടെന്ന് വീട് വൃത്തിയാക്കുന്നു, ഫുഡ് അറേഞ്ച് ചെയ്യുന്നു, എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമുക്ക് എവിടെ നിന്നോ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? അതേസമയം ഫുൾ എനർജറ്റിക് ആയി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ നമ്മുടെ വിഷമിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു വാർത്ത നമ്മളിലേക്ക് എത്തുകയാണെങ്കിലോ, നമ്മളെ മാനസികമായി തളർത്തുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ വരികയാണ്, ആ ഫോൺ കോൾ വരലോട് കൂടിയിട്ട് നമുക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു മെസ്സേജാണ് വന്നതെങ്കിൽ അത്രയും സമയം അത്രയും എനർജറ്റിക് ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പിന്നീട് ആ ഒരു എനർജിയോടെ കൂടി ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് മിഞ്ഞാന്ന് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞ് യെസ്, കുറച്ച് നേരം കഴിഞ്ഞേരാണ് നാട്ടിൽ നിന്ന് ഫോൺ വന്ന ആങ്ങളെന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ആകെ ഡൗൺ ആയി, ആകെ യെസ്, ഫുള്ള് അതെ. ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ആരോഗ്യ അവസ്ഥ അതല്ലെങ്കിൽ സന്തോഷാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കരുതുന്നത് നമ്മുടെ ശാരീരിക ആണെങ്കിൽ അത് നമ്മളുടെ മാനസികത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ നമുക്ക് നോക്കുകയാണെങ്കിലോ, ഇനി അതിലേക്ക് ടച്ച് ചെയ്ത് പോവാണ് നമ്മുടെ സാമ്പത്തികം. നമുക്ക് ഒരുപാട് പണം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ സന്തോഷം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടായാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഒരുപാട് സമ്പത്തുണ്ടായ കാരണം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവോ?
ഇല്ല. നമുക്ക് ഒരുപാട് പണം ഉണ്ടായാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ തന്നെ ചരിത്രത്തിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ അറിയാം അല്ലേ? നമ്മുടെ നെയ്ബേഴ്സിലേക്ക് നോക്കിയാൽ അറിയാം, അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലേക്ക് നോക്കിയാൽ അറിയാം അല്ലേ? അവർക്ക് ഒരുപാട് പണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ മാനസികമായി സന്തോഷത്തിലായിരിക്കില്ല, ശാരീരികമായിട്ട് സന്തോഷത്തിലായിരിക്കില്ല. അപ്പോൾ നമുക്ക് പണം സന്തോഷിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും അവിടെയും സന്തോഷത്തിന്റെ ബേസ് എന്താണ്? ഇവിടെയാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും സങ്കടവും ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ഒരു ECG എടുക്കണ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെ? ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നും പൊങ്ങിയാണല്ലേ ഗ്രാഫ് ഇരിക്കണത്. ആ ഗ്രാഫ് അങ്ങോട്ട് സ്ട്രൈറ്റ് ലെവലായാലും എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അങ്ങോട്ട് ഇല്ലാതാവും അല്ലെ? ആ ഗ്രാഫ് ഒന്ന് സ്ട്രെയിറ്റ് ആയാൽ നമ്മൾ ഇല്ലാതാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുന്നുള്ളത് താഴ്ന്നും പൊങ്ങിയും കൊണ്ടേയിരിക്കും. സുഖ ദുഃഖങ്ങൾ സമ്മിശ്രമാണ് ജീവിതം എന്നുള്ളത്. ഈ സുഖ ദുഃഖങ്ങൾ സമ്മിശ്രമായ ജീവിതത്തിൽ കൂടി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷം വരുന്ന സമയത്തോ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വേ എന്ന് പറയാനുള്ളത് ഡിഫറെന്റ് വേയിലൂടെ നമ്മൾ കടന്നു പോകും എന്നുള്ളതും ഓരോ കാലഘട്ടത്തെയും നമ്മൾ ഗ്രേറ്റ്ഫുള്ളോടുകൂടി സ്വീകരിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഡിഫറെന്റ് റൂട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യനിക്ക് സന്തോഷം മാത്രം ഉണ്ടായാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്കും സന്തോഷം ഒരിക്കലും ഒരു സ്റ്റൈലായിട്ടതുപോലെ നിലനിൽക്കില്ല. അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു മനുഷ്യനിക്ക് സന്തോഷമാണ് എന്നും ആ മനുഷ്യൻ അനുഭവിക്കുന്നുള്ളതാണെങ്കിൽ ആ മനുഷ്യനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം സങ്കടവും സന്തോഷവും ഇടകലർന്ന് വരുന്ന സമയത്ത് നാം അതിനോട് നമ്മളുടെ കാഴ്ചപ്പാട് എന്താണോ, നമ്മളുടെ സങ്കടം വരികയാണെങ്കിലും സന്തോഷം വരുവാണെങ്കിലും നമ്മളുടെ ആ സമയത്തുള്ള നമ്മുടെ മെന്റാലിറ്റി എന്താണോ, അതിന് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നുള്ളത്, നമ്മൾ അതിന് ബിഹേവ് ചെയ്യണ രീതിയിലാണ് നമ്മൾ ബെറ്റർ ആവേണ്ടത്. ഇവിടെ നമുക്ക് സങ്കടമാണ്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇന്ന് പ്രയാസത്തിലാണ് എന്ന് ഞാനത് മനസ്സിലാക്കലോട് കൂടിയിട്ട് എൻ്റെ സങ്കടം എനിക്ക് സങ്കടമില്ലാതായി മാറും. അതേസമയം എനിക്കൊരു സങ്കടമോ പ്രയാസമോ ബുദ്ധിമുട്ടോ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ റീസൺസ് അറിയാതെ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഞാൻ സങ്കടത്തിൽ നിന്ന് വീണ്ടും സങ്കടത്തിലേക്ക് ആഴ്ന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നുള്ളത്, നമുക്ക് ഉണ്ടായിരിക്കുന്നത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ അറിയാം അല്ലെ, UAE ഇപ്പോഴത്തെ പ്രതിസന്ധികൾ അറിയാം അല്ലെ. പല ബിസിനസ്സുകാർക്കാണെങ്കിലോ അതല്ലെങ്കിൽ ശമ്പളത്തിൽ ജോലിക്ക് നിൽക്കുന്നവർക്കാണെങ്കിലോ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന സമയത്ത് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികളായിരിക്കാം അല്ലെ. ഈ സാമ്പത്തികമായി ഈ പ്രതിസന്ധികളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇതിന് കാരണക്കാരായ രാജ്യങ്ങളെയോ അതിലെ ഭരണാധികാരികളെയോ നമ്മൾ കുറ്റം പറഞ്ഞത് കൊണ്ടോ അവരോട് നമ്മൾ ദേഷ്യം പിടിച്ചത് കൊണ്ടോ നമ്മുടെ സിറ്റുവേഷൻ മാറുമോ? ഇല്ല, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ. അപ്പൊ അവിടെയും നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാറാൻ പോകുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സാഹചര്യം ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇതെനിക്ക് ഈ സമയത്ത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ പോസിറ്റീവോട് കൂട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിഷയം, ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. പല സ്ഥലത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും പല തവണ കേട്ടതായിരിക്കാം. എന്നാലും നമ്മൾ വീണ്ടും പ്രതിസന്ധിയിൽ ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും തകർച്ചയിലേക്ക് പോയി പോകുന്നു, നമ്മൾ വീണ്ടും തളർന്നു പോകുന്നു. ഇതൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും നമ്മളുടെ മുന്നിലേക്ക് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എനർജി ഇല്ലാതെ നമ്മൾ ഡൗൺ ആയി പോകുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഇതെല്ലാം നമുക്ക് അറിയാന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ വീണ്ടും ഡൗൺ ആയി പോകുന്നു?
അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങുന്നുള്ളത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ മാത്രം പോരല്ലേ, അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ജസ്റ്റ് വൺ, നമ്മളിപ്പോ ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിയിരിക്കാം. ആ ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും കാലം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ നോർമലി പെട്ടെന്നറിയോ? ഇല്ല. അവരപ്പ ആ സമയത്ത് എന്ത് ചെയ്യും, അത് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് എന്നതിനെ കുറിച്ചിട്ട് അവർ പഠിക്കൂലേ. അപ്പൊ അതിന്റെ കാറ്റലോഗ് എടുത്തുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന രീതി പഠിച്ചുകൊണ്ടായിരിക്കാം പിന്നീട് അവർ അതിനെ കുറിച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ നമ്മൾ യൂസ് ചെയ്യുകയും കൂടി ചെയ്യുന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് ഇത്തരം സംഭവങ്ങളെ കുറിച്ചിട്ട് എല്ലാം അറിയുന്നുണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും തളർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ആ വാഷിംഗ് മെഷീൻ വാങ്ങി വരുന്ന സമയത്ത് അതിന്റെ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്തുമ്പോഴത്തേക്ക് കാറ്റലോഗ് കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ വീട്ടിൽ ആരോ അതിനെക്കുറിച്ച് അറിയുന്ന ആളുണ്ടായിരുന്നു, അവരും ഔട്ട് ഓഫ് സർവീസ് ആണ്, അവരിപ്പോ വീട്ടിലില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ആ വാഷിംഗ് മെഷീൻ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ നമുക്കല്ലേ. ഇനി ആ വാഷിംഗ് മെഷീൻ നോക്കിയിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. ഇതിനെ ഉപയോഗിക്കേണ്ട രീതി പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് എന്തായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനെ എങ്ങനെ മറികടക്കണം എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല സെഷൻസുകളായിക്കോട്ടെ, അതിങ്ങനെ ഒരു ചെവിയിലൂടെ കേൾക്കുക, ഇരു ചെവിയിലൂടെ വിട്ടുപോവുക എന്നുള്ളതിലപ്പുറത്തേക്ക് കേട്ടതിൽ എന്തെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് വർക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്താണ് ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതും. കുറച്ച് പേർക്കൊക്കെ അറിയുന്നവരുണ്ടാവാം ഗ്രാറ്റിറ്റ്യൂഡിന്റെ വർക്കിനെ കുറിച്ചിട്ട്. അറിയുന്നവർ ഒന്നും പറയണ്ട. ആദ്യമായിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ചിട്ട്, ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് വർക്ക് ചെയ്യണതിനെ കുറിച്ചിട്ട് ആദ്യമായി കേൾക്കണവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് മെൻഷൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയണം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ടാണ് കേട്ടോ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ കുറിച്ചിട്ട്, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്, നമ്മുടെ ലൈഫിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഉണ്ടാവേണ്ട പോസിറ്റീവ്നെസ്സിനെ കുറിച്ചിട്ട്, അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇത് ഫസ്റ്റ് വൺ ആണ് കേൾക്കുന്നവർ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് F ഒന്ന് ടൈപ്പ് ചെയ്യൂ. പെട്ടെന്ന്. ഓക്കെ, ഫസ്റ്റ്. അപ്പോൾ ഒരാളെങ്കിലും നമുക്കുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വാല്യൂ കൽപ്പിക്കാവുന്നതാണല്ലോ. അപ്പോൾ ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ ഇന്ന് നമുക്ക് ആയിട്ടുള്ള ഈ ഒരു വയസ്സ് വരെ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, ഇത്രയും വർഷമായി നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു പോയിട്ടുണ്ടോ, ആ വന്ന അനുഗ്രഹങ്ങളെ എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഒരു ചുരുക്കി സെന്റൻസ് മാത്രമാണ് ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജനിച്ചത് മുതൽ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് മുതൽ ഇന്ന് ഈ ഒരു സെക്കൻഡ് വരെ ഞാനും നിങ്ങളും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ സന്തോഷമാണോ സങ്കടമാണോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുള്ളത്? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ. സന്തോഷമാണോ സങ്കടമാണോ കൂടുതൽ അനുഭവിക്കുന്നുള്ളത്? അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണോ പ്രയാസങ്ങളാണോ കൂടുതൽ അനുഭവിക്കുന്നുള്ളത്? ഹാപ്പിനെസ് ആണോ കൂടുതൽ അനുഭവിക്കുന്നുള്ളത്? ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടോ പറയാം. സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടവും ഉണ്ട്. ഏതായിരിക്കാം കൂടുതൽ? കൂടുതൽ ഏതാന്ന് ചോദിച്ചാല് അറിയാൻ കൺഫ്യൂഷൻ ആണ്. അതേ സന്തോഷം വരുമ്പോ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, സങ്കടം എന്നാ അപ്പൊ ഉണ്ടാവില്ല. രണ്ടും ചിലപ്പം തുല്യായിരിക്കും അല്ലെ? സന്തോഷവും സങ്കടവും ഇടകലർന്ന തുല്യത്തിലായിരിക്കും അല്ലെ? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആർക്കെങ്കിലും ഡിഫറെന്റ് ആൻസർ ഉണ്ടോ പറയാൻ? നമ്മളില്ലേ ഒരു റേഡിയോ അല്ല കേട്ടോ, ഇത് ഒരു വൺ വേ ആയിട്ട് ഇങ്ങനെ പോവാന്നുള്ളതൊരു സുഖമല്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നുള്ളത്. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. അൽഹംദുലില്ലാ, സങ്കടത്തെക്കാളും സന്തോഷാണുള്ളത്. എന്നാലും സങ്കടവും ഉണ്ടാവാറുണ്ട്.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടുപേർ റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടമായിരിക്കും ചിലപ്പോഴൊക്കെ, കൂടുതലും സങ്കടമായിരിക്കും കൂടുതൽ എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ സന്തോഷമാണ് നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സെക്കൻഡ് ഇത് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഈ ഒരു സെക്കൻഡിൽ നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ടോ ഒരു 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 സന്തോഷം ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരും ഒന്ന് പറയോ. ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തവരും ആയിക്കോട്ടെ, പുതിയവരായിക്കോട്ടെ, എല്ലാവരും ഒന്ന് പറയും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം. ഇപ്പൊ അനുഭവിക്കുന്നത് അൽഹംദുലില്ലാ മാപ്പിളിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് ആൾക്ക് ആഗ്രഹമായിരുന്നു ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ലിവിങ് വിത്ത് ഫാമിലി, ഫാമിലിയോട് കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി എല്ലാവരും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഹസിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കൂടുതൽ ലേഡീസ് ആണ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ജെൻസിനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഭാര്യയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള സന്തോഷം എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അപ്പൊ ഓക്കെ, നമുക്ക് തുടരാം. അപ്പൊ നമുക്ക് ഈ ഒരു നിമിഷത്തിലും നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ പറയാണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. എന്നാൽ ഞാനും നിങ്ങളും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് ഈ ഒരു സെക്കൻഡിൽ ഞാനും നിങ്ങളും ജീവനോടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കറക്റ്റ് ആണോ? ഞാനും നിങ്ങളും ഈ ഒരു സെക്കൻഡിൽ ജീവനോടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഒരു വണ്ടി ആക്സിഡന്റിൽ പെടുന്നു എന്ന് വിചാരിക്കാം. ആ വണ്ടി ആക്സിഡന്റിൽ പെട്ട് വണ്ടി കണ്ടാൽ ഫുൾ അങ്ങോട്ട് പൊടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. കണ്ടാൽ അതിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് തോന്നാത്ത അവസ്ഥയിലാണ്. പക്ഷെ അതിൽ ഒരാൾക്ക് പോലും പരിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വേർഡ്സ് എന്താണ്? വണ്ടി പോയാൽ നമുക്ക് വേറെ വണ്ടി വാങ്ങാം. ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ, അല്ലെ? ആർക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വേർഡ്സ് നമ്മൾ ആ ഒരു സമയത്ത് പറയുന്നുണ്ട് അല്ലെ. ആ സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നുണ്ട് അല്ലെ. അവിടെ നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആ സമയത്ത് നമ്മൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മളുടെ ജീവന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ഈ ഒരു സെക്കൻഡും ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാളും അപ്പുറത്ത വലിയൊരു ഭാഗ്യമോ സന്തോഷമോ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്കിനി വരാനുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഒരൊറ്റ പോയിന്റ് ആണ് ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ഒരു നിമിഷവും ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി സെക്കൻഡ് വൺ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു വിലയും കൽപ്പിക്കാതെ ഒരു വാല്യൂയും കൽപ്പിക്കാതെ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റൂലേ. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ. നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, പാർപ്പിടം വേണം, വാഹനം വേണം, വസ്ത്രം വേണം. വേണ്ട? ഇതൊക്കെ വേണ്ട നമുക്ക് ജീവിക്കാൻ. ഈ സാധനങ്ങൾ എല്ലാം നമുക്ക് ജീവിക്കാൻ വേണം. അത് മാത്രമല്ല, ഇതിനെല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുത്ത് ഏൺ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി അതിന് ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണം അല്ലേ. വീടുണ്ടാക്കാൻ പണിയെടുക്കണ്ടേ? വസ്ത്രം വാങ്ങാൻ പണിയെടുക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കാൻ പണിയെടുക്കണ്ടേ? അങ്ങനെ എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ. ഇവിടെ നമുക്കറിയാൻ വേണ്ടി പറ്റും, വെള്ളം കുടിക്കാതെ ചിലപ്പോൾ നമ്മൾ ദിവസങ്ങളോളം ജീവിച്ചേക്കാം. ഭക്ഷണം കഴിക്കാതെ നമ്മൾ മാസങ്ങളോളം ജീവിച്ചേക്കാം. വീടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റോഡിലോ കടൽ തിണ്ണയിലോ കിടന്നുറങ്ങിയിട്ട് നമ്മൾ ജീവിച്ചിരുന്നേക്കാം അല്ലെ. വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ നടന്നിട്ടെങ്കിലും നമ്മൾ പോവേണ്ട സ്ഥലങ്ങളിൽ പോയേക്കാം. എന്നാൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തും കൂടി വേണം. എന്ത് വേണം നമുക്ക്? ബ്രീത്ത് വേണ്ടേ? യെസ്, ക്യാഷ് പറഞ്ഞു. ആ ക്യാഷ് ഇതിലെല്ലാത്തിനും നമുക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് ശ്വാസം വേണ്ട ജീവിക്കാൻ. നേരത്തെ പറഞ്ഞ വീടുണ്ടാക്കാൻ ക്യാഷ് വേണം,
വണ്ടി വാങ്ങാൻ ക്യാഷ് വേണം, ഡ്രസ്സ് വാങ്ങാൻ ക്യാഷ് വേണം, ഫുഡ് വാങ്ങാൻ ക്യാഷ് വേണം, അല്ലേ? എല്ലാത്തിനും നമുക്ക് ക്യാഷ് വേണം. പക്ഷേ ഈ ക്യാഷ് ഉണ്ടായിട്ട് പോലും നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ബ്രീത്ത് വേണം, അല്ലെ? ഈ ബ്രീത്ത് ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ഈ 5 സംഭവത്തിനും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, ആ ക്യാഷ് ഉപയോഗിക്കുന്നുണ്ട്, ക്യാഷ് ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് നമ്മൾ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ബ്രീത്തിന് വേണ്ടിയിട്ട് നാം ആരെങ്കിലും നോർമലി ഉള്ള സമയത്ത് പണം ചെലവഴിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയ സമയത്ത്, ഐസൊലേഷനിൽ കിടന്ന സമയത്തുള്ള കാര്യമല്ല ചോദിക്കുന്നുള്ളത്. നോർമലി ഈ ഒരു സെക്കൻഡും നമ്മൾ ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അതിൽ നമ്മൾ ക്യാഷ് ചെലവഴിക്കുന്നുണ്ടോ? ഇനി ആ ബ്രീത്ത് ഒന്ന് നിലച്ചാൽ നമുക്ക് ആ ബ്രീത്ത് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു 1-2 മിനിറ്റ് ചിലപ്പോൾ കഷ്ടിച്ചിട്ട് നിൽക്കാൻ പറ്റിയേക്കാം, അല്ലേ? ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ബ്രീത്ത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഗ്രേറ്റ്ഫുൾ അല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇനി നമ്മൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണോ സങ്കടമാണോ കൂടുതലുള്ളത്? ഓരോ സെക്കൻഡുകളും നമ്മൾ പുതുതായി 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 ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളും നമ്മൾ പുതുതായി 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 ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്രീത്തിനെ ശ്രദ്ധിക്കാതെ, ഈ ഒരു ശ്വാസത്തെ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും പിന്നാലെ പോവാണ്. നമുക്ക് ഏത് പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സെക്കൻഡും എനിക്കും നിങ്ങൾക്ക് ജീവനോടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ പ്രയാസത്തിൽ നിന്ന് മറികടക്കാനുള്ള, ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഈ പ്രയാസത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവാനുള്ള ഒരൊറ്റ നൂലല്ലേ, നമുക്കുള്ളൊരു കക്ഷി തിരുമ്പല്ലേ നമുക്ക് ഇപ്പോഴും ജീവനുണ്ട് എന്നുള്ളത്. നമുക്ക് ജീവന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവാതെയാണ് നമ്മൾ നമ്മുടെ ജീവനെ കുറിച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുള്ളതെങ്കിൽ നമുക്ക് എന്നും അതൊരു സംസാര വിഷയം മാത്രമായിരിക്കും. പക്ഷെ ജീവന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ജീവൻ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ വിഷയവും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ജീവന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട്, ആ ജീവശ്വാസത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ആ ജീവശ്വാസം തരുന്നവനെ മനസ്സിലാക്കിക്കൊണ്ട്, ആ ജീവശ്വാസം തരുന്നവൻ ആരാണോ അവനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾക്ക് ഒരു ചാറ്റൽ മഴ പോലെ, അതല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അത് വന്നുകൊണ്ടും പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രീത്ത് എന്ന് പറയുന്നുള്ളത് നമ്മളുടെ താഴ്ന്നും പൊങ്ങിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ? നമ്മളൊരു ഐസൊലേഷനിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂലേ? ആ ഒരു മെഷീനിൽ ഇങ്ങനെ ആ ഗ്രാഫ് താഴ്ന്നും പൊങ്ങിക്കൊണ്ടേയിരിക്കും. അതങ്ങോട്ട് ലൈൻ ആയാൽ വന്നാൽ അതൊന്ന് സ്ലീപ്പിംഗ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എന്നുള്ളത്. അപ്പൊ അത്രമാത്രം വാല്യൂ ഉള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇതുവരെയായിട്ട് നമ്മളെ കൊണ്ട്, നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ പടച്ചവൻ നമ്മളെ കൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല, അതിനുവേണ്ടി ക്യാഷിന് ചോദിച്ചിട്ടില്ല, അതിനുവേണ്ടി നിങ്ങൾ പണം അടക്കണം എന്ന് പറഞ്ഞിട്ടില്ല. 1 മണിക്കൂർ ഐസൊലേഷനിൽ കിടന്നവർക്കറിയാം 1 മണിക്കൂറത്തെ ഓക്സിജന്റെ വാല്യൂ എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. കൊറോണ സമയത്ത് കൊറോണ വന്നവർ അനുഭവിച്ചവർക്കറിയാം ശ്വാസം കിട്ടാതിരിക്കുമ്പോഴുണ്ടായ ബുദ്ധിമുട്ട്. പക്ഷേ നമുക്കതിനെ കുറിച്ചിട്ട് അത് അനുഭവിക്കാത്ത ഒരാൾക്കും ഒരിക്കലും അതിനെ കുറിച്ചിട്ട് അറിയില്ല. അത് വെറും ഒരു കഥ മാത്രമായിരിക്കും, അല്ലെ? അത് നമ്മൾക്ക് അനുഭവിച്ചവർക്ക് മാത്രമായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാന്നുള്ളത്. അനുഭവിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു സ്റ്റോറീസ് മാത്രമായിരിക്കും. ഈ ഒരു കഥകളിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ യാഥാർത്ഥ്യത്തെ അനുഭവിച്ചവർക്ക് പോലും, യഥാർത്ഥത്തെ അനുഭവിച്ച് മനസ്സിലാക്കിയവർക്ക് പോലും ചിലപ്പോഴെങ്കിലും വീണ്ടും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള ഒരു ബോധ്യമില്ലാതെ ആയി പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അറിവല്ല കൂടുതൽ, അറിവിനേക്കാളും കൂടുതൽ ഉണ്ടാവേണ്ടത് ബോധ്യമാണ്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല? ആ അറിവിനെ കുറിച്ചിട്ടുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, വക്കീലായിരിക്കാം, അങ്ങനെ ഏത് പ്രൊഫഷനിലുള്ളവരായിക്കോട്ടെ. പക്ഷേ ബോധം എന്ന് പറയുന്ന ആ ബോധത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് അറിവുകൾ നമ്മൾ സംഭരിച്ചു കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കുണ്ടായിരിക്കേണ്ടത് അറിവിനേക്കാളും അപ്പുറത്തേക്ക് ഉള്ള അറിവിൽ നമ്മൾ ബോധേഡാവുക, ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക, ഉള്ള അറിവിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഉള്ള അറിവിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ തന്നെ ഇതെനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആസ്വദിക്കുന്നത് എന്തൊക്കെയാണോ, അതെനിക്ക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരലോട് കൂടി നാം ബോധേഡാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഫഷൻ ഏതാണെന്നോ, സ്റ്റാറ്റസ് ഏതാണെന്നോ,
ഏത് കൊമ്പത്താണെങ്കിലും നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്, ഞാനിതിൽ ബോധവടാണോ, എനിക്കിതിനെ കുറിച്ചിട്ട് ബോധമുണ്ടോ, ഞാനിതിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എനിക്കിതിൽ കിട്ടിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മുടെ ജീവനെ കുറിച്ചിട്ട് മാത്രമാണല്ലേ. അപ്പൊ നമ്മുടെ ജീവനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കും തോറും ആ ജീവൻ തരുന്നവനെ കുറിച്ചിട്ട് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ചിന്തിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരത്തെ ഇവിടെ കുറച്ച് പേരൊക്കെ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളതാണ് സന്തോഷം എന്നുള്ളത്. എല്ലാവർക്കും അത് തന്നെയാണ്. ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ട്? ആ ഹസ്ബൻഡ് നമ്മളെ വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ആ ഹസ്ബൻഡ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചേരുന്നുണ്ട്, വേണ്ട രീതിയിൽ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും നല്ല രീതിയിൽ നമ്മുടെ ഹസ്ബൻഡ് അവിടെ നമ്മളെ കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുള്ളത് അല്ലെ. അതേസമയം ഇതേ ലോകത്ത് ഇതേ ചുറ്റുവട്ടത്ത് തന്നെ ആ ഹസ്ബൻഡിന്റെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കുന്നത് നരക തുല്യമാണെന്ന് പറയണവരും ഇല്ലേ, നമ്മൾ കാണാറും കേൾക്കാറില്ലേ. ഡൈവേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടല്ലേ അല്ലെ. എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് നമ്മളുടെ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുന്നത് സന്തോഷമുള്ളതാണ്, അൽഹംദുലില്ലാ സന്തോഷിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് പ്രത്യക്ഷത്തിൽ നൽകുന്നതിൽ നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് നൽകിപ്പിക്കുന്ന ഒരുവൻ മേലെ ഉണ്ടല്ലോ, അവനെ കുറിച്ചിട്ടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്. അത് നമ്മൾ ഏത് മതത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും ഏത് വിശ്വാസത്തിലെടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾക്കറിയാൻ വേണ്ടി പറ്റൂലേ, അവിടെ നമ്മളെല്ലാം ചലിപ്പിക്കുന്ന നമ്മളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു മിഷൻ ഏറ്റവും മുകളിലുണ്ട് എന്നുള്ളത്. മുകളെന്ന് പറയണത് ആകാശത്ത് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, നമ്മളെക്കാളും ഹയർ ലെവൽ എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. ഒരു മനുഷ്യനേക്കാളും എത്രയോ 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 ഉയരങ്ങളിലുള്ള നമ്മളുടെ ക്രിയേറ്റർ അല്ലെ. അപ്പൊ ആ ഒരു ക്രിയേറ്റർ നമുക്ക് ഓരോ സെക്കൻഡുകളിലും നമുക്ക് വേണ്ടത് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നൽകിയിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യല്ല. നമ്മുടെ അടുത്ത് എന്നാ ഇത് ഇന്നത്തേക്കുള്ള ഓക്സിജൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി ഓക്സിജൻ അങ്ങോട്ട് ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് തന്ന് വിട്ടയക്കുകയാണോ ചെയ്യണുള്ളത്? അല്ല. അപ്പൊ ഓരോ സെക്കൻഡുകളിലും നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിയേറ്റർ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കേണ്ടത് ആർക്കാണോ അത് നമ്മുടെ ക്രിയേറ്റർക്കാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ അത് നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, അത് പ്രത്യക്ഷത്തിൽ കാണുന്ന നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ മുതിർന്ന മക്കളോ നമ്മുടെ പാരൻസോ ആരും ആയിക്കോട്ടെ. എന്നാൽ ഇവരെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതെല്ലാം നൽകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾക്ക് പരോക്ഷത്തിൽ നാം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി നമ്മുടെ ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ അരി എവിടെയാണ് കൃഷി ചെയ്തത്? ഏതാളാണ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത്? ആരുടെയൊക്കെയാണ് അതിൽ വിയർപ്പുള്ളത്? നമുക്കൊന്നറിയാം അല്ലെ. ഇവിടെ യു എയിലുള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് അറിയാം. നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. മിനിയാന്ന് ഞങ്ങള് റാസൽ കെമേന്ന് വരികയായിരുന്നു, കഴിഞ്ഞ ആഴ്ച അതുപോലെ അലൈനിൽ വരികയായിരുന്നു. ഏകദേശം ഒരു 15 അതിൽ കൂടുതൽ കിലോമീറ്റർ കാണും. നമുക്കറിയാം അല്ലെ, ഫുള്ള് വണ്ടികൾ, മറ്റേ നമ്മളെ ട്രക്ക് വണ്ടികൾ അല്ലെ, ആ വണ്ടികൾ അവിടെ ക്യൂവിലാണ്, വെയിറ്റിങ്ങിലാണ്. പാവങ്ങൾക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുമോ? ഇല്ല. ഞാൻ വണ്ടിയെ കഴിഞ്ഞ ആഴ്ച വരുന്ന സമയത്ത് ഒന്ന് എണ്ണി നോക്കി. ആ നമ്മൾ അത്രയും 120 സ്പീഡിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അന്ന് കൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് 500-ൽ കൂടുതൽ ട്രക്കുകളെ കിട്ടി എന്നുള്ളതാണ്. 500-ൽ കൂടുതൽ ട്രക്കുകളെ കിട്ടി എന്നുള്ളതാണ്. ആ 500-ൽ കൂടുതൽ ട്രക്കുകൾ അവിടെ ക്യൂവിലാണ്, സ്റ്റോപ്പിലാണ് അല്ലെ. അവർ വെയിറ്റ് ചെയ്യാണ്. അവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങിയാൽ മുമ്പിലത്തെ വണ്ടി എപ്പോഴാണോ മൂവ് ആവണത് ആ സമയത്ത് അവർക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റില്ല. അവരിങ്ങനെ ആ റോഡുകളിൽ, എന്നാലോ അവർ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അലോസരം കാണിക്കുന്ന എത്ര പേര് നമ്മുടെ കയ്യിൽ ആ കാറിലൂടി 120-ഉം 140-ഉം സ്പീഡിൽ ഓടുന്ന സമയത്ത് ഈ പാവങ്ങളെ പിരാകുന്ന, ആ പാവങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അവർ റോഡിലൊന്ന് ഇറങ്ങിയാൽ ആ ടാങ്കർ ലോറികളെ, വലിയ വലിയ ലോറി ഡ്രൈവറുകളെ, ആ ലോറികളെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ എത്ര പേരുണ്ടല്ലേ. നാം ചിന്തിച്ചു നോക്കൂ. അവരൊന്ന് സമരം ചെയ്താൽ, അവരൊന്ന് സ്റ്റെക്കായാൽ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മളുടെ വീട്ടുപറമ്പിൽ ഉണ്ടാക്കിയതാണോ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്നുള്ളത്? അപ്പൊ നമ്മൾ ആർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ചോറ് കഴിച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടത്? ആരോടൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് പെട്ടെന്നത് പറഞ്ഞു തരാം. നമ്മൾ ദിവസവും
പുതുതായി വന്നവരോടാണ്, പഴയവരത് ഓൾറെഡി ചെയ്യുന്നവരായിരിക്കാം. ഒരു നോട്ട് പുസ്തകം എടുക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങളെ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 11 എങ്കിലും എഴുതുക. എന്നിട്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അറബിയിൽ ആണെങ്കിൽ അൽഹംദുലില്ലാ എന്നോ താങ്ക് യു എന്നോ എന്താണോ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ദിനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ എവിടെ നിന്നില്ലാത്ത സന്തോഷം നമ്മളിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ നോക്കാം. ഇവിടെ ഈ ഒരു മനുഷ്യനായി ഞാനും നിങ്ങളും ജനിച്ചതിന്, നമുക്ക് ഇത്രയും മനോഹരമായ ശരീരം നൽകിയതിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾക്ക് ഇങ്ങനെ ചലിപ്പിക്കാനുള്ള സ്മൂത്ത്നെസ് കിട്ടിയതിന്, അല്ലെ? നമുക്കിപ്പോ ഒരു സാധനം ജസ്റ്റ് ഈ ഒരു പേന ഇങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റുമോ? ഈ ഒരു പേന നിന്റെ വിരൽ കൊണ്ട് ചേർത്ത് ഇങ്ങനെ പിടിക്കണമെങ്കിൽ പോലും ആര് വിചാരിക്കണം? നമ്മുടെ ക്രിയേറ്റർ വിചാരിക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു പേന പിടിക്കാനുള്ള കഴിവ് നമ്മൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നയച്ചതല്ല, പകരം തന്നുകൊണ്ടിരിക്കുകയാണ്, അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്കിതിങ്ങനെ പിടിക്കാൻ പറ്റുന്നു, പക്ഷെ അടുത്ത സെക്കൻഡിൽ പിടിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമ്മുടെ കൈ ഇത്രത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനങ്ങാത്തൊരവസ്ഥ വന്നാൽ ഈ പേന നമുക്ക് പിടിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഈ ഭക്ഷണം എടുത്ത് വായിലിടുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളാണോ ഇത് നമ്മുടെ വായിലിടുന്നത്? അല്ല, നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ഭക്ഷണം കഴിപ്പിക്കുകയാണ്, അല്ലെ? കഴിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. ആ കൈ ഒന്ന് സ്റ്റെക്കായാൽ പിന്നെ നമുക്ക് വായിലിടാൻ വേണ്ടി പറ്റുമോ? നമ്മളൊന്ന് മൂവ് ആവുകയാണ്. നമ്മൾക്കൊന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാലുകൾക്ക് ശേഷിയില്ല എങ്കിൽ, കാലുകൾ ഒന്ന് തളർന്നു പോയാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റുമോ? ഇനി നമ്മുടെ കാലുകൾ തളർന്നിട്ടൊന്നുമില്ല, നമ്മൾ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് നടന്നു പോയി. പക്ഷേ പോയിട്ട് നമുക്ക് ആ ക്ലോസറ്റിൽ ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിന് അവിടെ ജംഗ്ഷൻ ഉണ്ടല്ലേ, ആ ജംഗ്ഷൻ ഒന്ന് ഇങ്ങനെ എന്താ ചെയ്യണം? മൂവ് ആവണല്ലേ, മടങ്ങണല്ലേ. ആ മടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് ലക്ഷങ്ങളോളം ഗ്രേറ്റ്ഫുൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് സങ്കടം ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ സങ്കടം? സജീന, സങ്കടവും സന്തോഷവും ഏകദേശം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പൊ അൽഹംദുലില്ലാ എല്ലാം സന്തോഷായിട്ട് കാണുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമുക്ക് ഇത് ഇനി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വർക്ക് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ആ ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതങ്ങട്ട് നിലനിന്ന് കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ചുരുങ്ങിയ സമയത്തൊന്നും പറയേണ്ടതൊന്നുമല്ല. ഞാൻ ഏകദേശം 100ഓളം സെഷൻസ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഒരു ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാൻ നൽകിയിരിക്കുന്നുള്ളത്. എന്തായാലും നിങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വന്നിരിക്കുന്നവർക്ക്, അല്ലാത്തവർക്കും ഒക്കെ ആയിരിക്കാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്ന് പറഞ്ഞില്ലേ, അതപ്പം ഓരോ Yes. ദിവസം വ്യത്യസ്തമായിട്ട് എഴുതാണോ വേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് എഴുതിയത് തന്നെ എല്ലാ ദിവസവും വായിക്കാണോ വേണ്ടത്? എങ്ങനെ എങ്ങനെയാണ്? എങ്ങനെ വേണേലും എഴുതാം. ഒന്ന് എഴുതിയ ദിവസം വായിക്കല്ല, ദിവസം എഴുതണം. അത് നിങ്ങൾക്ക് പുതിയത് വേണമെങ്കിൽ പുതിയത് എഴുതാം, ഉള്ളത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളത് തന്നെ എഴുതാം. നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് എഴുന്നേൽക്കണ്ടേ? ഇന്ന് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ചായ കുടിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണത് കൊണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് പുതിയത് തന്നെ ഇഷ്ടം പോലെ എഴുതാനുണ്ടാവാം. പക്ഷെ പുതിയതിനേക്കാളും റിപ്പീറ്റേഷൻ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് അത്രയും ഗ്രേറ്റ്ഫുൾ അല്ലേ? ഓരോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത്, അത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണല്ലേ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് ദിവസവും നമുക്ക് അത് തന്നെ എഴുതുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം, പക്ഷെ ഡെയിലി അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ചെയ്യരുത്, മുടക്കരുത്, മുടക്കാതെ കണ്ടിന്യൂ കൊണ്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മെഡിറ്റേഷൻ കൂടി ചെയ്തിട്ട് പിരിയാം.
ആർക്കൊന്നും ചോദിക്കാനില്ല? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കംഫർട്ടായിട്ട് എങ്ങനെയാണ് മെഡിറ്റേഷനിൽ ഇരിക്കുക എന്നുള്ളത് അറിയാലോ അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവരും ഇരിക്കുക, ഫോണൊക്കെ താഴെ വെക്കുക. ഞാൻ നിങ്ങൾ ആരെയും കാണുന്നില്ല, വിശ്വാസം മാത്രമാണ് പറയണത് അനുസരിക്കുന്നുണ്ടാവും നല്ല മക്കളായിട്ട് എന്നുള്ളത്. ഇല്ലേ, അനുസരിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ വളരെ സാവധാനം ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. ആ ഒരു പ്രക്രിയ ഒന്ന് തുടരാം, ഒന്ന് റിലാക്സ് ആവാം. ശ്വാസത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യാം, ബ്രീത്ത് ഇൻ ചെയ്യാം. നിങ്ങളുടെ ശരീരം മുഴുവനും ഒന്ന് റിലാക്സ് ആയി വിടാം. ശ്വാസം അകത്ത് പോകുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. ശ്വാസം അകത്ത് പോകുമ്പോൾ ഒരു ചെറിയ തണുപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്ത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൂടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഫീൽ ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാവുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു നിമിഷം വരെ നിങ്ങളെ സഹായിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട്, അത് കുടുംബമാവാം, ആരോഗ്യമാവാം, സുഹൃത്തുക്കളാവാം, പ്രകൃതിയിൽ നിന്നുള്ളതാവാം, എന്തും ആയിക്കൊള്ളട്ടെ, അതിനെ കുറിച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തിൽ ലഭിച്ചതിന് കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. സന്തോഷമായിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തർക്കും നിങ്ങളിൽ നിന്നും സന്തോഷത്തെ സ്പ്രെഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ ഒരു സന്തോഷം പൂർണ്ണമായും ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ള കപ്പാസിറ്റി എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് നൽകിയ എൻ്റെ ക്രിയേറ്റർക്ക് ഞാൻ ആത്മാർത്ഥമായും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. ഇന്ന് കുടിച്ച വെള്ളം, ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണം, ഞാൻ ഇന്ന് കഴിച്ച വേറെ എന്തെല്ലാം പാനീയങ്ങളുണ്ടാവും, അതെല്ലാം എന്നെ കുടിപ്പിക്കാനും എന്നെ കഴിപ്പിക്കാനും എൻ്റെ ക്രിയേറ്റർ എനിക്ക് വേണ്ടി ആരെ കൊണ്ടൊക്കെയോ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ
അവർക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. പാടത്ത് പണിയെടുത്ത കർഷകർ മുതൽ അത് കൊഴുത് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച് അവിടെ നിന്നും പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. എനിക്ക് ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ നല്ല ജോലി കിട്ടിയതിന്, ആ ജോലി നൽകിയ കമ്പനി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്വന്തമായ ബിസിനസ് ആയിക്കോട്ടെ, ഏതിലും ആരൊക്കെയോ അതിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ബിസിനസ് വിജയിപ്പിക്കാനോ അതല്ലെങ്കിൽ ജോലി നൽകുന്ന കമ്പനിയിലോ അതിലൊക്കെയോ ആരുടെയൊക്കെയോ പ്രവർത്തനങ്ങളുണ്ടോ, അതിൻ്റെ എല്ലാം ഫലമായി ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. എനിക്കെന്റെ കണ്ണുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും ഹസ്ബൻഡിനെയും ചുറ്റുപാടുകളെയും എല്ലാം കാണാൻ പറ്റിയതിന്, എൻ്റെ കാഴ്ചശക്തി എനിക്ക് എൻ്റെ ക്രിയേറ്റർ നൽകിയതിന് എൻ്റെ ക്രിയേറ്റർക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നു. എൻ്റെ മനോഹരമായ കണ്ണുകൾക്ക് ഭംഗി കൂട്ടാനുള്ള പുരികങ്ങൾ, കൺപീലികൾ, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ട് നൽകിയതല്ല. ചില സമയത്തെങ്കിലും അതിനെയെല്ലാം ഇഷ്ടത്തിലാക്കുന്ന, പ്രയാസത്തിലാക്കുന്ന കാഴ്ചകൾ കാണാനോ ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ ഫോർഗീവ് ചോദിക്കുന്നു. എനിക്ക് നൽകിയതിനെ ഞാൻ എൻ്റെ ശരീരത്തിന് അനുകൂലമായ രീതിയിൽ പ്രവർത്തിപ്പിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വിടുന്നു. എൻ്റെ ക്രിയേറ്റർ നൽകിയതെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടെ കൂടി ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു തീരുമാനം ഞാൻ എന്നിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ കാരണം എൻ്റെ ശരീരത്തെ ഇനി ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്നുള്ള ഒരു തീരുമാനം ഞാൻ എന്നിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ കാരണം എൻ്റെ ശരീരം എന്നും സന്തോഷത്തിലായിരിക്കും. എൻ്റെ ശരീരത്തിന് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സങ്കടപ്പെടുത്തുന്ന ചിന്തകളുടെയോ പ്രയാസങ്ങളുടെയോ പിന്നാലെ ഞാൻ പോവില്ല. എനിക്ക് എൻ്റെ ക്രിയേറ്റർ നൽകുന്ന ഓരോന്നിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു എബിലിറ്റി എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ കൂടുതൽ സന്തോഷത്തിലാണ്. എൻ്റെ മുന്നിലേക്ക് വരുന്ന പ്രയാസത്തെയും പ്രതിസന്ധിയെയും സങ്കടങ്ങളെയും എല്ലാം എനിക്ക് ഒരു പുഞ്ചിരിയോടെ കൂടി നേരിടാനുള്ള ഒരു എനർജി എന്നിൽ ഫുൾഫില്ലായിക്കൊണ്ടേയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ കൂടി അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും അതേ അവസ്ഥയിൽ ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കലോടുകൂടി ഞാൻ എൻ്റെ ക്രിയേറ്ററെ മനസ്സിലാക്കാനും എൻ്റെ ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കാനും എനിക്ക് പറ്റുന്നു. ഞാൻ എന്ന വ്യക്തി അത് ഞാനല്ല എന്നുള്ള ഒരു ബോധ്യം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എന്നുള്ളത് എൻ്റെ ക്രിയേറ്ററിൻ്റെ ഒരു ഗിഫ്റ്റ് ആണെന്നുള്ള ഉത്തമ ബോധ്യം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
എന്നെ ഈ ഒരു നിമിഷവും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ ഈ ഒരു നിമിഷവും ജീവനോടെ ഇവിടെ നിലനിർത്തിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് ഈ ഒരു നിമിഷത്തിലും എന്നതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ക്രിയേറ്റർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് ബ്രെത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് സ്ലോലി സ്ലോലി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Once again, breathe in, breathe out. ഓരോ ബ്രീത്തിലും എൻ്റെ ക്രിയേറ്ററിൻ്റെ ഏറ്റവും അടുത്ത സാമീപ്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ക്രിയേറ്ററോടൊന്ന് സംസാരിച്ച് ഒരു നിമിഷം സൈലൻ്റായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് നേരെ ടച്ച് ചെയ്ത് കണ്ണുകൾ തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, തിരിച്ചു വന്നോ? കുറച്ച് പേരൊക്കെ ലീവായി പോയിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഉള്ളവർക്ക് അനുഭവിക്കാൻ പറ്റിയോ, ചെയ്യാൻ പറ്റിയോ, എന്തായിരുന്നു ഫീലിങ്സ് ഒന്ന് പറയോ? നമ്മളാകെ ഇപ്പൊ കുറച്ച് പേരല്ലേ ഉള്ളൂ, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ജോസിയ, സജീന, ബസിമ, പിന്നൊരു സാംസങ് ആണ്. ഓക്കെ, വെരി ഗുഡ്, പോസിറ്റീവ് എനർജി കിട്ടി. സാംസങ് പേരെന്താണെന്ന് അറിയില്ല. എന്താണ് നിങ്ങൾ നമ്മൾ എല്ലാവരും എന്ത് എനർജി? കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഓക്കെ, പറഞ്ഞോളൂ. പറയണം എന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ വെരി എന്ത് ഗുഡ്. കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് മനസ്സിലായി. അതായത് ഇപ്പൊ ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, അതിന്റെ പിറകില് വലിയ വലിയ കാര്യങ്ങളായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് മനസ്സിലായി. നല്ല പോസിറ്റീവ് എനർജി കിട്ടി മെഡിറ്റേഷനിലൂടെ. ഓക്കെ, ശരി, അൽഹംദുലില്ല. നമുക്ക് എപ്പോഴുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ്, ചെറിയ കാര്യത്തെ സൂക്ഷിക്കാനോ ചെറിയ കാര്യത്തെ മനസ്സിലാക്കാനായിരിക്കും ബുദ്ധിമുട്ട് കൂടുതൽ. വലുതിനെ സൂക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം. ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരു കള്ളന്റെ കയ്യിൽ നമുക്ക് ചിലപ്പോൾ 1,00,000 അയാളുടെ കയ്യിൽ നമുക്ക് സൂക്ഷിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ സൂക്ഷിക്കാൻ കൊടുത്ത മുതലാണെന്നുള്ള രീതിയിൽ അവർ അതേപോലെ അങ്ങോട്ട് സൂക്ഷിച്ചു വെക്കും. പക്ഷെ ചെറിയ സാധനങ്ങളാണെങ്കിലോ പെട്ടെന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വലുതിനെ സൂക്ഷിക്കാനോ വലുതിനെ കാണാനോ അല്ല നമുക്ക് പ്രയാസം, ചെറുതിനെയാണ്. ചെറുതിലേക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം അല്ലെ, നമ്മുടെ ഇപ്പൊ ഒരു വിരല് ഒന്നിങ്ങനെ അനങ്ങാതായി പോയാലല്ലേ നമുക്ക് അതിന്റെ പ്രയാസം അറിയുള്ളൂ അല്ലെ? നമുക്ക് അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാവുന്നില്ലല്ലോ. അനങ്ങാണ്ടാവണമെന്ന് കൈ മുറിഞ്ഞാ മതി. അതെ, ജസ്റ്റ് ഒന്ന് കൈമുറിഞ്ഞാലോ അതല്ലെങ്കിൽ നമ്മളൊന്ന് പാചകം ചെയ്യുന്ന സമയത്ത് ആ ചട്ടിയിലേക്ക് ഒന്ന് സൈഡിലേക്ക് തട്ടിയിട്ട് ഒന്ന് പൊള്ളിപ്പോയാലോ മതി അല്ലെ? നമുക്ക് എത്രമാത്രം വേദനയുണ്ട്, അതിന്റെ പ്രയാസം ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ആ ചെറിയ വേദന പറഞ്ഞോളൂ. പിന്നീടുള്ള പണികൾക്കൊക്കെ ആ ഒരു കൈ, പാത്രം കഴുകാനായാലും എല്ലാത്തിനും ബുദ്ധിമുട്ടല്ലേ കൈ മുറിഞ്ഞാല്. അതെ. പിന്നെ നമുക്ക് എന്താ അറിയോ, നമ്മളിലെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഒരു ഫീലോട് കൂടിയിട്ട് പറയാൻ എന്തിനായിരിക്കും അറിയോ, നമ്മുടെ പ്രയാസങ്ങളായിരിക്കും. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 2 വർഷം മുമ്പോ അതല്ലെങ്കിൽ 5 വർഷം മുമ്പോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോഴുണ്ടായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ചവരായിരിക്കുമല്ലോ കൂടുതലും ലേഡീസ് ഒക്കെ. നമ്മൾ ഇന്നും അത് ഓർക്കണ സമയത്ത് ഇന്ന് കഴിഞ്ഞതുപോലെ നമുക്ക് ഫീൽ ആവും. എന്നിട്ട് അത് നമ്മൾ ആ ഫീലോടെ കൂടിയിട്ട് പറയും. ശരിയല്ലേ? ശരിയല്ലേ?
അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രയാസങ്ങള് നമ്മൾ എന്താവുകയാണെന്നറിയോ, സങ്കടങ്ങളാവുമ്പോൾ നമ്മൾ അതേ ഫീലോടുകൂടി പറയും. എന്നാലോ സന്തോഷങ്ങളാണെങ്കിലോ നമ്മൾ 1-2 സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞു ഒതുക്കും. ഫീൽ ഉണ്ടാവില്ല നമുക്ക്, ശരിയല്ലേ? നമുക്ക് എന്തോ സന്തോഷത്തിന് ഫീൽ ചെയ്ത് പറയാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. പണ്ടേ നമ്മുടെ ഉള്ളിൽ അത് അങ്ങോട്ട് അടിച്ചു കയറ്റിയതാണ്. സന്തോഷങ്ങൾ പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ കണ്ണു പൊള്ളിക്കും, കണ്ണേർ വരും എന്നൊക്കെ ഉള്ളത് അല്ലെ. കണ്ണേറൊക്കെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ വിഷയം, നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ സന്തോഷങ്ങളെ നമ്മൾ പറഞ്ഞു പാടി നടക്കില്ല. സന്തോഷങ്ങളെ പറഞ്ഞു പാടി നടന്നാൽ എല്ലാവരും നമ്മൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. എന്നാൽ സങ്കടങ്ങളെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? അല്ലെ, അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മെല്ലെ 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 മാറാൻ നോക്കുക. സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ 10 ആളോട് പറഞ്ഞിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ വിഷയം? ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് വിഷമം ഉണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അത് അന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കാൻ നോക്കുക. നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മൺഡേ വീണ്ടും വേണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് മൺഡേ നമുക്ക് വീണ്ടും ഇരിക്കാം. അപ്പൊ എന്തായാലും ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അടുത്ത ആഴ്ച ഇങ്ങനെ ആവരുത് കേട്ടാ, എല്ലാവരും നല്ല ആക്റ്റീവ് ആയിരിക്കണേ. നിങ്ങളൊക്കെ ക്യാമറ ഒക്കെ ഓൺ ആക്കി നല്ല ആക്റ്റീവ് ആയിരിക്കുക. അപ്പൊ ആ ഒരു സമയത്തുണ്ടല്ലോ എനിക്കും കൂടുതൽ എനർജി ഉണ്ടാവും, കൂടുതൽ പറയാൻ. അതല്ലെങ്കിൽ ഇത് ഏതോ മറ്റേ പള്ളിക്കാട്ടിലേക്ക് സലാം പറയുന്ന കോലത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാലും നിങ്ങൾ ചാറ്റ് ബോക്സിലെങ്കിലും കുറച്ച് 2 പേരെങ്കിലും റെസ്പോണ്ട് ചെയ്തതിൽ ചെറിയൊരു എനർജി കിട്ടിയിട്ടുണ്ട്. എന്നാലോ നിങ്ങളുടെ ആ ഒരു മനോഹരമായ മുഖമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഒന്നുകൂടി നിങ്ങൾക്കും കൂടുതൽ കിട്ടും, എനിക്ക് കൂടുതൽ അങ്ങോട്ട് തരാനും പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനാണ്. അപ്പൊ ഈ ഓൺലൈൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ ഒരു മറയുണ്ട്. അതിലപ്പുറത്തേക്ക് നിങ്ങൾ അവിടെ ഈ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫുള്ളി ഫോക്കസ് എന്തായാലും ഇവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ വേറെ എവിടേക്കോ ഉണ്ടാവും നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഫുൾ ആവുക എന്നുള്ളത്, ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവാം, ആ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കി നോക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരെ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഓക്കെ, ഇൻഷാല്ലാ എല്ലാവർക്കും അറ്റൻഡ് ചെയ്തവർക്കും ഇനിയിപ്പോ ഞാൻ റെക്കോർഡ് ലിങ്ക് വിട്ടുതരാം, അത് കേൾക്കുന്നവർക്കൊക്കെ എന്റെ ഒരു ബിഗ് താങ്ക്സ്. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. അപ്പൊ നാളെ ഞാൻ നാട്ടിൽ പോവാണ്, നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്താം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. വലൈക്കും സലാം.